സ്വകാര്യ വാഹനങ്ങൾക്ക് 3000 രൂപയ്ക്ക് ഫാസ്ടാഗ് 1 വർഷത്തേക്ക് സാധുത. ദേശീയപാതകളിൽ പരമാവധി 200 ട്രിപ്പ് ആകാം. ഓഗസ്റ്റ് 15 മുതൽ യാത്ര എളുപ്പമാക്കുന്ന ഈ സൗകര്യം ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി. ടോൾ ഈടാക്കുന്നതിലെ പ്രതിഷേധത്തെക്കുറിച്ചല്ല, 3000 കൊടുത്താലുള്ള സൗകര്യത്തെക്കുറിച്ചാണ് മന്ത്രി വാചാലനാകുന്നതെന്നു മാത്രം. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്കുള്ളതല്ല, ഉപയോക്താക്കൾക്ക് മാത്രം. കേരള ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. ഈ ശുചിമുറികൾ പൊതുജനത്തിന് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി തടഞ്ഞു. പമ്പിലെ ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഫലത്തിൽ പെട്രോൾ അടിക്കണം, ഡീസലായാലും മതി. ബാങ്കുകൾ ഭവന വായ്പാ പലിശ 0.5% കുറച്ച സമാശ്വാസ വാർത്തയ്ക്കൊപ്പം വെറുതെ കേൾക്കാൻ മറ്റൊരു വാർത്ത. ഡൽഹിക്കടുത്ത ഗുരുഗ്രാമിൽ DLF 1164 ഫ്ളാറ്റുകൾ ഒരാഴ്ച കൊണ്ട് വിറ്റത് 11,000 കോടി രൂപയ്ക്ക്. ഒരു ഫ്ളാറ്റിന് ശരാശരി 9.5 കോടി. തായ്ലൻഡിന് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നവരിൽ ആശങ്കയേറ്റി കോവിഡ് വ്യാപനം. ഈ വർഷം അവിടെ കോവിഡ് ബാധിതരായവരുടെ എണ്ണം 4.25 ലക്ഷം. കഴിഞ്ഞ ഒരാഴ്ചയായി വ്യാപനത്തിൽ നല്ല വർധന. അഥവാ ജാഗ്രത മാത്രം പോരാ, ആശങ്കയും വേണം. 10 ദിവസം മുമ്പ് കേരള തീരത്തിനകലെ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയമായെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ. തീയും പുകയും കുറഞ്ഞു തുടങ്ങി. ചുറ്റും വെള്ളമുണ്ടായിട്ടെന്ത്? ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.